മോദിയെ തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട്. ഇത് ഡീപ് സ്റ്റേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഏറുന്നത്. നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ ഭരണമേറ്റത്. പിന്നീട് ഡീപ് സ്റ്റേറ്റും ട്രംപുമായി നല്ല സ്വരച്ചേർച്ചയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. ട്രംപ് ഇന്ത്യക്ക് മേലെ തിരിയുന്നത് കാണുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ ഡെഡ് എക്കോണമിയാണ് എന്ന് ട്രംപ് പറയുന്നു. അതിനെ പ്രതിപക്ഷ നേതാവായി, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായത്, ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന രാഹുൽ ഗാന്ധി പറയുന്നു ശരിയാണ്, ട്രംപ് പറഞ്ഞത് ശരിയാണ് എന്ന്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് ഇതിന്റെ പേരിൽ നിരവധി പേരാണ് രംഗത്തെത്തിയത്. അപ്പൊ രാഹുലിന് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് മോദി സർക്കാരിനെ താഴെ ഇറക്കുക, ഡീപ് സ്റ്റേറ്റിന്റെ അവർ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുക. ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഒരു പാവ ഭരണകൂടം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകൂ. അപ്പോ അതാണ് അവർ ചിന്തിക്കുന്നത്. അതിനെ രാഹുൽ ഗാന്ധിയെ കരുവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ എങ്ങനെയാണ് അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിച്ചത് എന്നുള്ളത്. ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് ഒരു സംവരണത്തിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നു. ആ പ്രശ്നത്തെ ആളിക്കത്തിക്കുന്നു. അതിന്റെ പിന്നിൽ ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് പുറത്തു വരുന്നു. അവർ നോക്കി വെച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ബംഗ്ലാദേശും ഇന്ത്യയും. ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലകം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു. അങ്ങനെ ഷെയ്ഖ് ഹസീനയോട് പട്ടാള മേധാവി പറയുന്നു, നിങ്ങൾക്ക് 40 മിനിറ്റ് സമയം തരാം, അതിനു മുൻപ് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം. അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ ഷെയ്ഖ് ഹസീനയ്ക്ക് മടങ്ങേണ്ടി വന്നു. ഒരുപാട് രാജ്യങ്ങൾ അവർ അഭയം ചോദിച്ചു. ആരും അവർക്ക് അഭയം നൽകാൻ തയ്യാറായില്ല. അതിനുള്ള കാരണം ഈ ഡീപ് സ്റ്റേറ്റ് പല രാജ്യങ്ങളിലും പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആരും ഇവർക്ക് അഭയം നൽകാൻ കഴിയാതെ വന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു, ധൈര്യമായി ഇന്ത്യയിലേക്ക് വന്നോളൂ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഒരു ഇടക്കാല സർക്കാരിനെ ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് മുഹമ്മദ് യൂനസിനെ ബംഗ്ലാദേശിൽ പ്രതിഷ്ഠിപ്പിക്കുന്നു. പിന്നീട് അവിടെ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഭരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യം. അതേ തന്ത്രം തന്നെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിലും എടുക്കുന്നത്. അതായത് വോട്ട് ചോർച്ച നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കള്ള വോട്ടുകൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ കുറെ ആളുകളെയും കുറെ നേതാക്കളെയും ഒരുമിപ്പിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുക. ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലകം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ചില ആളുകൾ ചെയ്യുന്നത്. അത് അവരുടെ ഇഷ്ടപ്രകാരമല്ല, ഡീപ് സ്റ്റേറ്റിന്റെ ആവശ്യപ്രകാരം മോദിയെ തകർക്കുക എന്ന ലക്ഷ്യം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസുമാണ് ഇന്ത്യ ഭരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഡീപ് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ ഡീപ് സ്റ്റേറ്റ് പറയുന്നതായിരിക്കും നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മറ്റു പല രാജ്യങ്ങളിലും പോയി ഇന്ത്യ വിരുദ്ധത പറയുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് ധൈര്യമായി നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ ഏൽപ്പിക്കുക? അയാൾ ഇന്ത്യയോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചൈനയെ പൊഴുത്തുന്നു, മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ആ രാജ്യങ്ങളെല്ലാം പൊഴുത്തുന്നു, അവരുടെ പ്രതിരോധ ശക്തിയെ പൊഴുത്തുന്നു. ഇന്ത്യയെ താറടിച്ച് കാണിക്കുന്ന ഒരാൾ പറയുകയാണ്, ഇപ്പോഴത്തെ സർക്കാർ വോട്ട് ചോർച്ച നടത്തി ജയിച്ചതാണ്, പക്ഷെ ഇപ്പോഴത്തെ സർക്കാരെ നമുക്ക് വിശ്വസിക്കാം, രാജ്യദ്രോഹപരമായ ഒരു കാര്യവും അവർ ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ എന്താണ് ഫലം എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ വിദ്യാർത്ഥിനികൾക്ക് അമേരിക്കയിൽ ഡെമോക്രാറ്റിക് നേതാവ് ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു ബംഗ്ലാദേശ്. അതിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരി മുഹമ്മദ് യൂനസും പങ്കെടുത്തിരുന്നു. അതുപോലൊരു കലാപം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യയിൽ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വ്യക്തമാക്കുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും വോട്ടെടുപ്പിലും കൃത്രിമം കാട്ടാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന വ്യാജ ആരോപണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ഉയർത്തുകയാണ്. ഇതുവഴി തിരഞ്ഞെടുപ്പ് നീതിപൂർവമല്ല എന്നും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരം അട്ടിമറികളിലൂടെയാണ് എന്നും പറഞ്ഞു പരത്തുകയും ചെയ്യുക വഴി ഇനി ഒരു ദേശീയ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടത്താൻ സാധിക്കാത്ത കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. കാരണം
ജനാധിപത്യ മാർഗത്തിലൂടെ മോദിയെയും BJPയും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പുള്ളതിനാൽ രാഹുൽ ഗാന്ധി വിദേശ ശക്തികളെയും രാജ്യത്തിനകത്തെ BJP വിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിച്ച് മോദി സർക്കാരിനെ അട്ടിമറിക്കാമെന്നാണ് വ്യാമോഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വിമർശനങ്ങൾക്കും തെളിവില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ എല്ലാ വിവാദങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു കഴിഞ്ഞു. ഏകദേശം 51 ലക്ഷത്തോളം ബംഗ്ലാദേശി മുസ്ലിങ്ങളെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടത്തിവിടാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും ശ്രമങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകോപനത്തിന് കാരണമായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിയതിന് സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയുടെ വിശദീകരണങ്ങൾ ചോദിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസ്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര നടത്തിയ കോടികളുടെ അഴിമതിയും തട്ടിപ്പും സംബന്ധിച്ച കേസ് എല്ലാം കാരണം ഗാന്ധി കുടുംബം പ്രതിരോധത്തിലാണ്. വൈകാതെ കോടതി വിധികൾ പുറത്തുവരും. അതിനു മുൻപ് രാജ്യത്തെ കലാപകലുഷിതമാക്കുകയാണ് ലക്ഷ്യം. രാഹുലിന്റെ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് നടത്തിയ മാർച്ച് ഇതിന്റെ സൂചനയാണ് തെളിയിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതോടെയാണ് മുഖം രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സമരം കടുപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ വ്യാജ ആരോപണം ഉയർത്തിയതിന്റെ പേരിലുള്ള നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് രാഹുൽ ഗാന്ധി വിചാരിക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും അസീം മുനീർ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ആകട്ടെ ഇന്ത്യക്ക് മേൽ 50% നികുതി അടിച്ചേൽപ്പിച്ച ഇന്ത്യ-US വ്യാപാര ബന്ധം തകർക്കുകയാണ്. ഈ സമയത്ത് രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം രാജ്യത്തിനകത്ത് സമരത്തിനും കലാപത്തിനും തീ കൊളുത്താൻ ശ്രമിക്കുന്നു എന്നതിനർത്ഥം വിദേശ ശക്തികൾ രാഹുൽ ഗാന്ധിയെ വിലക്കെടുത്തു, രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപ് ജയിച്ചപ്പോൾ ഇന്ത്യ സന്തോഷിച്ചതാണ്. കാരണം ഡെമോക്രാറ്റ് പാർട്ടിക്ക് മേൽക്കൈയുള്ള ഡീപ് സ്റ്റേറ്റിനെതിരെ ശക്തിയായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ട്രംപ് പ്രവർത്തിക്കുമെന്ന വിശ്വാസമാണ് തകർന്നത്. പകരം സ്വന്തം കുടുംബത്തിന്റെയും മറ്റുള്ള വ്യാപാര നേട്ടങ്ങളിൽ മാത്രം താല്പര്യമുള്ള ട്രംപും ഒരു ഡീപ് സ്റ്റേറ്റ് ശക്തി പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. അതായത് ട്രംപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അധികാര ശക്തികൾ അമേരിക്കൻ ആയുധ ശക്തിയും ഡോളർ മേൽക്കോയ്മയും ഉപയോഗിച്ച് മറ്റ് ദുർബല രാജ്യങ്ങളിൽ അവരുടെ അധികാരവും ബിസിനസ് താല്പര്യങ്ങളും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ശക്തിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിഞ്ഞ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ അസീം മുനീറിനെ ഉപയോഗിക്കുകയാണ്. മറുവശത്ത് യഥാർത്ഥ ഡീപ് സ്റ്റേറ്റിന്റെയും NGOകളുടെ പിതാവായ അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറസിന്റെയും മോദിയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സാമൂഹിക കലാപം നടത്തുക എന്ന പദ്ധതിയും ശക്തമാണെന്ന് കരുതപ്പെടുന്നു. US നിന്നും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ശക്തമാകുന്നതിനൊപ്പമാണ് ഇന്ത്യക്കകത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സമരം അരങ്ങേറുന്നത്. ഇതാണ് കലാപശ്രമത്തിന്റെ തുടക്കമോ എന്ന സംശയം ജനിപ്പിക്കുന്നത്. 2 മാസത്തിനകം 2ാം തവണയും ഇന്ത്യ ഏറ്റവും അധികം വെറുക്കുന്ന അസീം മുനീറിനെ US മണ്ണിലേക്ക് ട്രംപ് ക്ഷണിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അസീം മുനീറിനെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കാൻ അനുവദിച്ചു എന്നതും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ സമരം ചെയ്യുന്ന ബലൂച്ച് ആർമിയെ ഭീകരവാദ സംഘടനയായി US പ്രഖ്യാപിച്ചതിന്റെ വേഗതയും അമ്പരപ്പിക്കുന്നതാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ശക്തമാകുന്നു. അതിന് സമാന്തരമായാണ് ഇവിടെ കലാപങ്ങൾക്ക് മുന്നോടിയായുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത്. ഇത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.